ഇന്ന് ഞാനൊരു വെള്ളരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മോരൊഴിച്ച്. അപ്പം ഇന്ന് വെള്ളരി കറിയാണ്. അതിനുള്ള വേണ്ടത് വെള്ളരി കുറച്ച് മതി. ഞങ്ങളിപ്പോൾ കുറച്ചാണ് എടുക്കുന്നത്. വെള്ളരി, പച്ചമുളക്, അര സബോള, പിന്നെ അതിന് വേണ്ടത് തേങ്ങ, അരമുറി തേങ്ങ, ചെറുജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി. ഇത്രയാണ്. ഇത് തേങ്ങയും വെളുത്തുള്ളിയൊക്കെ അരയ്ക്കാനാണ് ജീരകം. ഇത് നമ്മൾ പ്രഷർ കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. വെള്ളമിട്ടിട്ടു. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് വേണ്ടത് ഉപ്പാണ്. ഉപ്പും ഇട്ട് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിക്കുക. അപ്പം ആ മഞ്ഞളും ഉപ്പും എല്ലാം പിടിക്കും. നമ്മൾ തേങ്ങയും ജീരകവും ഒക്കെ ഇടുകയാണ് നമ്മൾ അരയ്ക്കാനായിട്ട്. നമ്മൾ പ്രഷർ കുക്കർ തുറക്കുകയാണ്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മളിനി അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർക്കുകയാണ്. ഞാൻ അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ തൈര് ഒഴിച്ച് ചൂടാക്കി എടുക്കുക. വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് ഇനി തൈര് ചേർക്കുകയാണ്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ തിളയ്ക്കരുത്, ഒന്ന് ചൂടായി എടുക്കുകയേ ചെയ്യാവുള്ളൂ. തൈര് ചേർത്തു നമ്മൾ ചൂടാക്കിയെടുക്കുക. ഉപ്പ് നോക്കുക. കടുക് പൊട്ടിച്ചൊഴിക്കുക. ചെറിയ ഉള്ളി ഇട്ടു. ചെറിയ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ കടുക് ഇടുക. ഇനി അതിലേക്ക് കരിവേപ്പില, 2 വറ്റൽമുളക് ഇടുക. കുറച്ച് കടുക് ഇടുക. നുള്ളു മുളക് പൊടി ഇടുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇടുകയാണ്. മോരുകറി വെള്ളരി റെഡിയായേ. നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. വെള്ളരി മോരുകറിയെ ഇത് നിങ്ങൾ കാണണേ. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണേ.